ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും റേഷൻ കാർഡ് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് 1600 രൂപയുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു വരികയാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർത്തും എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 100 രൂപയുടെ ഒക്കെ വർധനവായിരിക്കും ഉണ്ടാവുക എന്നാണ് സൂചനകൾ. 1600 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സ്ഥാനത്ത് 1700 രൂപയൊക്കെ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നാണ് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയിരുന്നതെങ്കിലും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ ഒരു തുകയിലേക്ക് വർധനവ് അടുത്ത് തന്നെ എത്തില്ല എന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ ആനുകൂല്യം മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യുമെന്നും ഒപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യം പടിപടിയായി ഉയർത്തുമെന്നുമാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തുന്നത്. ഇനി 2025 ഫെബ്രുവരിയിലാണ് സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടാവുന്നത്. അതിനാൽ തന്നെ ആ സമയത്ത് തന്നെ ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തുന്നതായിരിക്കും. നിലവിൽ 1600 ആയിരിക്കും വിതരണമെങ്കിലും അത് സംസ്ഥാന ബഡ്ജറ്റിൽ വർദ്ധിപ്പിക്കുമെന്നാണ് സൂചനകൾ എത്തുന്നത്. ഇനി നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നവംബർ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുക ഇനിയും അക്കൗണ്ടിൽ എത്തിച്ചേരാത്തവർ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ആനുകൂല്യം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് പരിശോധിക്കുക. അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഇന്നു മുതൽ തെളിമ ക്യാമ്പുകൾ ആരംഭിക്കുകയാണ്. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയാണ് ഈ തെളിമ ക്യാമ്പയിൻ റേഷൻ കടകളിൽ ക്രമീകരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ പദ്ധതിയുടെ ഭാഗമായി ഒരു ബോക്സ് സ്ഥാപിക്കും. ഈ ബോക്സിലേക്ക് നമ്മുടെ പരാതികളും അല്ലെങ്കിൽ മറ്റ് രേഖകളും സമർപ്പിക്കാം. അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകളോ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിലോ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ തെളിമ ബോക്സിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അത് തിരുത്തി നൽകുന്നതാണ്. നിങ്ങളുടെ മേൽവിലാസത്തിലോ പേരിലോ അംഗങ്ങളുടെ പേരിലോ ഒക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ആവശ്യമായ രേഖകൾ സഹിതം ഈ ബോക്സിൽ നിക്ഷേപിച്ചാൽ മതിയാകും. അതോടൊപ്പം അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരവും നിങ്ങൾക്ക് രഹസ്യമായി തെളിമ ബോക്സിൽ നിക്ഷേപിക്കാൻ സാധിക്കും. പരാതി തെളിമ ബോക്സിൽ നിക്ഷേപിക്കുന്നതിന് നിങ്ങളുടെ പേരോ മേൽവിലാസമോ ഒന്നും നൽകേണ്ടതില്ല. ഡിസംബർ 15 ശേഷം ഉദ്യോഗസ്ഥർ ഈ പരാതികളും രേഖകളുമെല്ലാം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ പൊരുത്തക്കേടുകൾ തെറ്റുതിരുത്തി നിങ്ങൾക്ക് ലഭിക്കുകയും അതോടൊപ്പം അനർഹമായി റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് കാർഡ് തിരിച്ചെടുക്കുകയും ചെയ്യും. അത്തരത്തിൽ മുൻഗണനാ കാർഡുകളിൽ നിന്ന് അനർഹർ പുറത്താകുമ്പോൾ ആ ഒഴിവിലേക്ക് നീലവെള്ള റേഷൻ കാർഡുകളിലുള്ള മുൻഗണനാ കാർഡുകൾക്ക് അർഹതയുള്ളവർക്ക് മാറുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ തെളിമ പദ്ധതി എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.